In the last class, we discussed about the relationship between strain and displacement or displacement gradient. That is known as Cauchy's strain gradient, strain displacement relations, or simply strain displacement relations. Okay, so these are the equations we derived. For that, we used infinitesimal strain theory, that is for a small deformation. What is the equations for epsilon x? Epsilon x means normal strain in x direction. It is also denoted as epsilon x or epsilon xx. It's equal to dou ux by dou x, where ux is the displacement, the component of displacement in x direction. Okay, then normal strain in y direction is epsilon y. It is dou uy by dou y, and epsilon z is equal to dou uz by dou z. So these are the linear. It is known as linear or normal strains. Okay, linear or normal strains in x, y, and z directions. Then the corresponding shear strains. The strains we already derived in the last class. This gamma xy, gamma yz, gamma zx. These are known as engineering shear strains. Okay, it is separately known as engineering shear strains. ഇതിന് ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ എന്ന് പേര് വിളിക്കാൻ കാരണമുണ്ട്. നെക്സ്റ്റ് നമ്മൾ വേറൊരു പേരിലുള്ള ഷിയർ സ്ട്രെയിനും കൂടി ഡിസ്കസ് ചെയ്യും. കോഷീസ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ടെൻസോറിയൽ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. So the derived equations are gamma xy is equal to dou uy by dou x plus dou ux by dou y. ഇത് തന്നെയായിരിക്കും ഗാമ വൈ എക്സ് ചെയ്താലും, കാരണം സമ്മേഷൻ ആണ്, തിരിച്ച് സം ചെയ്താലും സെയിം തന്നെയായിരിക്കും. സോ ഗാമ എക്സ് വൈ ഇസ് ഈക്വൽ ടു ജസ്റ്റ് ലൈക്ക് ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡിറൈവ് ചെയ്ത ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ ടോ വൈ എക്സ് ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ എന്നുള്ള അതേ അപ്രോച്ച് നമുക്ക് ഷിയർ സ്ട്രെയിനിന്റെ കേസിലും എടുക്കാവുന്നതാണ്. സോ ഗാമ എക്സ് വൈ ഈസ് ഈക്വൽ ടു ഗാമ വൈ എക്സ് ഈസ് ഈക്വൽ ടു ഡോ യു എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു വൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു എക്സ് ബൈ ഡോ വൈ. Then similarly we can find out gamma yz or gamma zy, then gamma zx or gamma xz as dou ux by dou z plus dou uz by dou x. Okay, so these are the regular strain components, or the linear strain and engineering shear strain. Okay, now just like in the case of tense stress at a point, we can express the state of stress at a point with the help of three mutually perpendicular coordinates, അതായത് x coordinate, y coordinate, z coordinates വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്നുള്ളത്, അതായത് സിഗ്മ ഐ ജെ എന്നുള്ളത് നമുക്കൊരു മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് സിഗ്മ എക്സ്, ടോ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ടേംസും നമുക്ക് മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അതേ കൺസെപ്റ്റ്, അതേമാതിരി ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ നമുക്ക് ഇപ്പം കിട്ടിയ സ്ട്രെയിൻ കമ്പോണൻസിനെ എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ അതാണ് നോക്കുന്നത്. ഇവിടുത്തെ ഈ മെട്രിക്സ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്ട്രെസ് ടെൻസർ എന്ന് വിളിച്ചത്. സ്ട്രെസ് ടെൻസർ. So next we are going to see what is strain tensor. Strain tensor എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. So the tensorial strain components or strain tensor. Strain tensor is defined as just like this: epsilon x, epsilon xy, epsilon xz, epsilon yx, epsilon y, epsilon yz, epsilon zx, epsilon zy, and epsilon z. So this epsilon x, epsilon y, and epsilon z, ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ലീനിയർ സ്ട്രെയിൻ. It is nothing but the linear strain or normal strain in x direction, y direction, and z direction. But ഈ എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് സെഡ്, അതായത് ഓഫ് ഡയഗണൽ ടേംസ്, ഈ ടേംസ് ഒന്നും നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അല്ല എന്താ നമുക്ക് അറിയില്ല. നമുക്ക് അറിയുന്ന ടേംസ് ഇതാണ്: ഗാമ എക്സ് വൈ, ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ സെഡ്. ഇതാണ് നമുക്ക് അറിയുന്നത്. സോ ഇവിടുത്തെ ഈ സ്ട്രെയിൻ ടെൻസറിലെ ഈ ഓഫ് ഡയഗണൽ ടേംസ് എന്താന്നുള്ളതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. വേർ ദിസ് എപ്സിലോൺ ഐ ജെ is called Cauchy's shear strain or tensorial
ഷിയർ സ്ട്രെയിൻ. ഈ എപ്സിലോൺ ഐ ജെ എന്ന് പറഞ്ഞാൽ ഈ എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് ഇസെഡ്, ഈ ബാക്കിയുള്ള ഓഫ് ഡയഗണൽ ടേംസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് കോഷീസ് ഷിയർ സ്ട്രെയിൻ ഓർ ടെൻസോറിയൽ ഷിയർ സ്ട്രെയിൻ. അപ്പം ഇതും നമ്മൾ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ, അതായത് ഈ ഷിയർ സ്ട്രെയിൻ എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിനുമായിട്ടുള്ള കണക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദ Cauchy's shear strain or epsilon xy or epsilon yx means half of engineering shear strain ആണ്. half gamma xy. ഈ half gamma xy എന്ന് വിളിക്കുന്ന പേരാണ് epsilon xy or epsilon yx. That means half of dou uy by dou x plus dou ux by dou y. Similarly, Cauchy's shear strain for the plane yz, epsilon yz or epsilon zy is equal to half of gamma yz ആയിരിക്കും. So or it's equal to half of gamma zy ആയിരിക്കും. Then ഈ റിലേഷൻ നമുക്കറിയാം, ഇത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ഹാഫും കൂടി കൊടുത്താൽ കിട്ടുന്ന ആ ടേമിനെ വിളിക്കുന്ന പേരാണ് എപ്സിലോൺ yz or epsilon zy. Similarly, epsilon zx or epsilon xz is equal to half of gamma zx or half of gamma xz. So ഇങ്ങനെയാണ് സ്ട്രെയിൻ ടെൻസർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോഷീസ് സ്ട്രെയിൻ ടെൻസർ അല്ലെങ്കിൽ സിംപിളി സ്ട്രെയിൻ ടെൻസർ എന്ന് പറഞ്ഞാൽ ഇതിനെ കോഷി സ്ട്രെയിൻ ടെൻസർ എന്ന് പറയും. കോഷി സ്ട്രെയിൻ ടെൻസർ ഈസ് ഡിഫൈൻഡ് in such a way that it's equal to epsilon x, epsilon xy, epsilon xz, epsilon yx, epsilon y, epsilon yz, epsilon zx, epsilon zy, epsilon z, where these diagonal terms are known as linear or normal strains, and these off diagonal terms, the other terms, epsilon xy, epsilon xy, epsilon xz പോലത്തെ ഈ ഓഫ് ഡയഗണൽ ടേംസിനെ വിളിക്കുന്ന പേരാണ് കോഷീസ് ഷിയർ സ്ട്രെയിൻ, Cauchy's shear strain components or tensorial shear strain components. Okay, then the relationship between Cauchy's shear strain and engineering shear strain is nothing but epsilon xy is equal to half of gamma xy, അല്ലെങ്കിൽ epsilon yz is equal to half of gamma yz, or epsilon zx is equal to half of gamma zx. Okay, സോ കൺഫ്യൂഷൻ ആവരുത്. സ്ട്രെയിൻ ടെൻസർ എന്നുള്ളത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോഷീസ് ഷിയർ സ്ട്രെയിൻ കമ്പോണൻസ് ഓർ ടെൻസോറിയൽ ഷിയർ സ്ട്രെയിൻ കമ്പോണൻസ്. നമ്മളെ പണ്ട് പഠിച്ച സ്ട്രെസ് ടെൻസർ ഒന്ന് ഓർമ്മിക്കുക, സെയിം ആണ്, അതേ അനലോഗിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതേ മാതിരിയാണ് ഇവിടെ ഉണ്ടാവുക. സ്ട്രെസ്സിൻ്റെ ഇതാണെങ്കിൽ സിഗ്മ ഐ ജെ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ടോ എക്സ് വൈ, ഇവിടെ ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് തന്നെയായിരുന്നു, ടോ എക്സ് വൈ, ടോ എക്സ് ഇസെഡ്, ദെൻ അഗെയിൻ ടോ എക്സ് വൈ ബിക്കോസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ, സിഗ്മ വൈ, ടോ എക്സ് ഇസെഡ്, സോറി വൈ ഇസെഡ്, ദെൻ ടോ എക്സ് ഇസെഡ്, ടോ വൈ ഇസെഡ്, സിഗ്മ ഇസെഡ്. ഇതാണ് സ്ട്രെസ് ടെൻസർ. ഇത് സ്ട്രെസ് ടെൻസർ ആണ്. സ്ട്രെസ് ടെൻസർ. കറസ്പോണ്ടിങ് സ്ട്രെയിൻ ടെൻസർ ഈസ് ദിസ്. ഇതാണ് കറസ്പോണ്ടിങ് സ്ട്രെയിൻ ടെൻസർ. ഇതിലെ ഓരോ ടേംസും ഓർമ്മിച്ചു വെക്കുക. ഇത് മറന്നു പോകരുത്. ഇതിൽ ചെറിയൊരു ഡീവിയേഷൻ ഉള്ളത്, ഡയറക്റ്റ് ഗാമ എക്സ് വൈ അല്ല ഇവിടെ എടുക്കുന്നത്, പകരം കോഷീസ് ഷിയർ സ്ട്രെയിൻ കമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ ടെൻസോറിയൽ ഷിയർ സ്ട്രെയിൻ കമ്പോണൻസ് ആണ് എടുക്കുന്നത്. അത് മാത്രം ഒന്ന് ഓർമ്മിച്ചു വെക്കുക. സോ ദ സ്ട്രെയിൻ ടെൻസർ ഈസ് ഡിഫൈൻഡ് the strain tensor is equal to epsilon ij is equal to epsilon x, epsilon xy, epsilon xz, epsilon yx, epsilon y, epsilon yz, and epsilon zx, epsilon zy, epsilon z, or epsilon x. ഈ എപ്സിലോൺ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഫ് ഗാമ എക്സ് വൈ ആണ്. എപ്സിലോൺ എക്സ് ഇസെഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ ആയിട്ടുള്ള റിലേഷൻ എന്ന് ഇറ്റ് ഈസ് ഹാഫ് ഗാമ എക്സ് ഇസെഡ് ആണ്. Similarly, corresponding terms also, epsilon yx means half gamma yx, then epsilon yz means half gamma yz, epsilon zx means half gamma zx, and epsilon z is equal to ഇവിടെ epsilon z ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഇറ്റ് ഈസ് epsilon z. ഓക്കെ, സോ ഇതിനെയാണ് ടെൻസർ എന്ന് പറയുന്നത്, സ്ട്രെയിൻ ടെൻസർ എന്ന് പറയുന്നത്. ബട്ട് ഇതിന് ജസ്റ്റ് നമുക്ക് കിട്ടിയ എഞ്ചിനീയറിംഗ് സ്ട്രെയിനിൻ്റെ ഒരു മെട്രിക് ഫോർമാറ്റിൽ എഴുതിയാൽ എപ്സിലോൺ എക്സ്, ഗാമ എക്സ് വൈ, ഗാമ എക്സ് ഇസെഡ്, ഇത് ടെൻസർ അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്ട്രെയിൻ
മെട്രിക്സ്. ഇതിനെ നമുക്കൊരു സ്ട്രെയിൻ മെട്രിക്സ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ സ്ട്രെയിൻ ടെൻസർ. ഓക്കെ, ഇത് മറന്നു പോകരുത്. This is just the matrix format, metric arrangement of all the engineering strain components. Engineering strain components in a matrix format എഴുതുകയാണെങ്കിൽ അതിനാണ് ഇങ്ങനെ നമുക്ക് കിട്ടും. This is not considered as a strain tensor. Strain tensor is this one. ഈ അറേഞ്ച്മെന്റിനെയാണ് സ്ട്രെയിൻ ടെൻസർ അല്ലെങ്കിൽ കോഷീസ് സ്ട്രെയിൻ ടെൻസർ എന്ന് പറയുന്നത്. സോ ഇതൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഈ ഒരു സ്ട്രെയിൻ ടെൻസർ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇനിയുള്ള എല്ലാ ഇക്വേഷൻസും അതുപോലെ പ്രോബ്ലംസും ഒക്കെ ചെയ്യാൻ പോകുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സ്ട്രെയിൻ ടെൻസർ ആണ്. ഇതുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും ഇല്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒന്നും ഡിറൈവ് ചെയ്യുന്നില്ല. ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് സ്ട്രെസ് ടെൻസർ വെച്ചിട്ട് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻസ്, അതായത് സ്ട്രെസ് ഇൻവേരിയൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിൻ ഓൾസോ നമുക്ക് സ്ട്രെയിൻ ടെൻസർ വെച്ചിട്ട് അഗെയിൻ വി ക്യാൻ ഡിറൈവ് ദ പ്രിൻസിപ്പൽ സ്ട്രെയിൻ ആക്ട് ചെയ്യുന്ന പ്ലെയിൻ, ദെൻ സ്ട്രെയിൻ ഇൻവേരിയൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു സ്ട്രെയിൻ വെച്ചിട്ടാണ്. ഓക്കെ, ഇത് യൂസ് ചെയ്യരുത്. ഈ ഫോർമാറ്റ് യൂസ് ചെയ്താൽ നമ്മൾ ഇക്വേഷൻസും എല്ലാം തെറ്റും. സോ that's all about strain tensor. Okay, now നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഓൾറെഡി സ്ട്രെയിനും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഷീസ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങളുടെ സിലബസിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ടൈപ്പ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. കൺസിഡർ ദ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് മീൻസ് ഒരു ഒബ്ജക്റ്റിലെ എല്ലാ പോയിന്റിന്റെയും ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റിയ ഒരു ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് XYZ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ IJK കോർഡിനേറ്റ്സിൽ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്ട്രെയിൻ ഓഫ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻസൈഡ് ദാറ്റ് ബോഡി. അതാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് തന്നിട്ടുണ്ട് y² I plus 3YZJ plus 4 plus 6x² k, all multiplied by 10 raised to minus 2. Then you have to find out the rectangular strain components at point P102. സോ ഡയറക്റ്റ് സ്ട്രെയിൻ കമ്പോണൻസ് എന്നേ പറഞ്ഞുള്ളൂ. സോ സാധാരണ നമ്മളെ എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ കമ്പോണൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എപ്സിലോൺ എക്സ് ഓർ എപ്സിലോൺ XX, എപ്സിലോൺ Y, എപ്സിലോൺ Z, ഈ മൂന്ന് സാധനങ്ങൾ കണ്ടുപിടിക്കണം. Again the shear strain components gamma XY, gamma XZ and also gamma YZ. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഗാമ എക്സ് എന്താ, എപ്സിലോൺ എക്സ് എന്താണ്, എപ്സിലോൺ വൈ എന്താണ്, എപ്സിലോൺ സെഡ് എന്താണ്, ഈ മൂന്ന് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, ദ given equation is the displacement field. U is given as U is equal to y² I plus 3YZJ plus 4 plus 6x² k. So this is the displacement field. So from this the I component, this is your Ux, the J component 3YZ is denoted as the y directional component Uy, and this is your Uz. Okay, so we know the values of or the expressions for Ux, Uy and Uz, and also we have to the strain components that the question is you have to find out the strain components at point P. So P എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. So you can find out Ux at P കണ്ടുപിടിക്കാം, Uy at P കണ്ടുപിടിക്കാം, ഓൾസോ Uz at P യും കണ്ടുപിടിക്കാം. ഈ വാല്യൂ ഇതിന് ഒക്കെ ഈ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഏത് പോയിന്റ് ആണോ വേണ്ടത് അവിടുത്തെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. Now Ux, Uy, Uz തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ സെഡ് ആണ്. സോ ഇതും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാം. എപ്സിലോൺ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു എക്സ് ബൈ ഡോ എക്സ് ആണ്. എപ്സിലോൺ വൈ എന്ന് പറഞ്ഞാൽ ഡോ യു വൈ ബൈ ഡോ വൈ ആണ്. എപ്സിലോൺ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ യു സെഡ് ബൈ
ഡോ സെഡ് ആണ്. സിമ്പിൾ പ്രോബ്ലം, ജസ്റ്റ് ഡിഫറൻസിയേഷൻ അറിഞ്ഞിരുന്നാൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം. അതേപോലെ ഗാമ എക്സ് വൈൻ്റെ എക്സ്പ്രഷൻ അറിയാം, ഗാമ എക്സ് സെഡിൻ്റെ എക്സ്പ്രഷൻ അറിയാം, ഗാമ വൈ സെഡും അറിയാം. സോ ജസ്റ്റ് എപ്സിലോൺ എക്സ് കാണണമെങ്കിൽ ഇതിനെ ഡോ യു എക്സ് ബൈ ഡോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഈ പോയിന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് എപ്സിലോൺ എക്സ് അറ്റ് പോയിന്റ് പി. അതേപോലെ എപ്സിലോൺ വൈ എപ്സിലോൺ സെഡ് എല്ലാം കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ I already told you ux is y square, uy is equal to 3yz, uz is equal to 4 plus 6x square. Then epsilon x, take the expression for Cauchy's Cauchy's strain displacement expression. Epsilon x is equal to dou ux by dou x ആണ്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 വാല്യൂ വരും. ഒരു 10⁻² എല്ലാത്തിൻ്റെ കൂടെയും വരും, അതും കൂടി മാർക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ ഒരു 10⁻² വന്നത്. സോ ഇത് y ടേം ആണ്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഇൻ എക്സ് ഡയറക്ഷൻ ആണ്. സോ ദ വാല്യൂ ഈസ് കോൺസ്റ്റന്റ് ഓർ ദ ഡിഫറൻസിയേഷൻ വിൽ ബി 0. സിമിലർലി എപ്സിലോൺ വൈ മീൻസ് ഡോ യു വൈ ബൈ ഡോ വൈ ആണ്. യു വൈ ഈസ് നത്തിങ് ബട്ട് 3yz. സോ ഡോ ബൈ ഡോ വൈ ഓഫ് 3yz ഇൻറ്റു 10⁻². സോ ഇറ്റ് ഈസ് 3z എന്ന് കിട്ടും. ദെൻ ദ നോർമൽ സ്ട്രെയിൻ അറ്റ് പോയിന്റ് പി. അറ്റ് പോയിന്റ് പിയിൽ p is this x coordinate, y coordinate is 0 and z coordinate is 2. So z is 2. So 3 into 2 എന്ന് വരും. സോ ഇവിടെ 3 into z means 2 ആണ്. സോ 6 into 10⁻². That is epsilon y. Similarly epsilon z means ഇതാണ് uz, ഡോ യു സെഡ് ബൈ ഡോ സെഡ് ആണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഈ 4 plus 6x² ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ദിസ് ഈസ് ഡോ സെഡ് ആണ്, നമ്മൾ കറക്റ്റ് ചെയ്യാം. ഡോ ബൈ ഡോ സെഡ് ഓഫ് 4 plus 6x². സോ ഇതിൽ സെഡ് ടേം ഒന്നുമില്ല, എക്സ് ഡയറക്ഷണൽ ടേം മാത്രമേ ഉള്ളൂ. സോ അഗെയിൻ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ്, ഡിഫറൻസിയേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് വിൽ ബി 0 എന്ന് കിട്ടും. ഓക്കെ, നൗ ഗോ ഫോർ ഷിയർ സ്ട്രെയിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എടുക്കുക. ഗാമ എക്സ് വൈ ഡോ യു വൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു എക്സ് ബൈ ഡോ വൈ ആണ്. കറസ്പോണ്ടിങ് യു വൈ ഈ ഡിഫറൻസിയേഷനും ചെയ്യാം. സോ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ കിട്ടും. സോ പോയിന്റ് പി എന്നുള്ള പോയിന്റിൽ ഇത് ഫസ്റ്റ് 102 ആണ് പി. വൈ പി ഈസ് 102. സോ y എന്നുള്ളത് 0 ആണ്. 2 into 0 എന്ന് വരും. സോ ഗാമ എക്സ് വൈ എന്നുള്ളത് 0 ആയിപ്പോവും. ദെൻ ഗാമ വൈ സെഡ് എക്സ്പ്രഷൻ എടുക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇത് രണ്ടും ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 0 plus 3y into 10⁻² എന്ന് വരും. ദെൻ അഗെയിൻ y is 0. സോ y 0 എന്ന് കൊടുക്കുമ്പം ഗാമ വൈ സെഡും 0 ആയിപ്പോവും. നൗ ഗോ ഫോർ ഗാമ സെഡ് എക്സ്. ഈ സെഡ് എക്സും ഇക്വേഷൻ ഇതാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പം 0 plus 12x into 10⁻² എന്ന് വരും. ദെൻ എക്സ് ഈസ് 1, എക്സിൻ്റെ വാല്യൂ 1 ആണ്. എക്സ് 1 കൊടുക്കുമ്പം ഇത് 12 into 10⁻² എന്ന് വരും. സോ ദാറ്റ് ഈസ് ഗാമ സെഡ് എക്സ്. 3 വാല്യൂം കിട്ടി. സോ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി, എല്ലാ വാല്യൂസും കിട്ടി. ഓക്കെ, സോ ഇതാണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ആൻസർ. അപ്പോൾ ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ ഒന്ന് ഇതാണ് ഫസ്റ്റ് ആൻസർ. ഇത് ഗാമ വൈ, ഇത് ഗാമ വൈ അല്ല എപ്സിലോൺ വൈ, ഇത് എപ്സിലോൺ സെഡ്. നോർമൽ സ്ട്രെയിൻ കമ്പോണൻസ് ആയി, ലീനിയർ സ്ട്രെയിൻ കമ്പോണൻസ് ആയി. ഇത് അടുത്തത് ഗാമ എക്സ് വൈ, ഇതാണ് അടുത്ത ആൻസർ. ദെൻ ഇതാണ് ആൻസർ. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സ്ട്രെയിൻ ടെൻസറിനെ പറ്റിയോ അല്ലെങ്കിൽ സ്ട്രെയിൻ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുന്നതിനെ പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കമ്പോണൻസ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത്രയും ചെയ്തു വെച്ചാൽ മതി. ഓക്കെ, സിമിലർ പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. LS ശ്രീനാഥോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം, അതിൽ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഒരു പ്രോബ്ലം വെച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ദ നെക്സ്റ്റ് ഈസ് അനലോഗി ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടെൻസർ. അതായത് ഓൾറെഡി നമ്മൾ സ്ട്രെസ് ടെൻസർ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ സംഭവങ്ങൾ വി ക്യാൻ അപ്ലൈ ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിൻ ഓൾസോ. സ്ട്രെസ് ടെൻസറിൽ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് സ്ട്രെയിൻ ടെൻസറിലും
അപ്ലൈ ചെയ്യാൻ പറ്റും. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വി ആർ കമ്പയറിങ് ദ സ്ട്രെസ് ടെൻസർ ആൻഡ് സ്ട്രെയിൻ ടെൻസർ. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ്, കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് ഇത്. ഞാൻ കുറച്ച് സിമ്പിൾ പോയിന്റ്സ്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറേ നമുക്ക് ഇതിലൊക്കെ ഒരുപാട് അനലോഗി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം ഒന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് ഇതാണ്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രെസ് ടെൻസറും സ്ട്രെയിൻ ടെൻസറും കാണുമ്പോൾ തന്നെ അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളൊരു കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. The first point is diagonal elements of stress tensor represents normal stress. Similarly, the diagonal elements of strain tensor represents normal strain. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് സ്ട്രെസ് ടെൻസർ. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണെങ്കിൽ സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് ഇസഡ് ദെൻ ടോ എക്സ് വൈ സിഗ്മ വൈ ടോ വൈ ഇസഡ്. Here it is tau xz, then tau yz, sigma z. ഇതാണ് സ്ട്രെയിൻ ടെൻസർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്ട്രെയിൻ ടെൻസറിൻ്റെ ഈ ഡയഗണൽ എലമെന്റ്സ്, ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് സ്ട്രെയിൻ ടെൻസർ ഈസ് സിഗ്മ എക്സ്, സിഗ്മ വൈ ആൻഡ് സിഗ്മ സെഡ് ആണ്. ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, ഇത് സ്ട്രെയിൻ ടെൻസറിൻ്റെ ഡയഗണൽ എലമെന്റ്സ് നോർമൽ സ്ട്രെയിൻസ് ആണ് അല്ലേ? ഡയഗണൽ എലമെന്റ്സ് ആണ് നമ്മളെ നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞ, നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം. ഇത് സ്ട്രെസ് ടെൻസർ ആയതുകൊണ്ട് ഇതാണ് നോർമൽ സ്ട്രെസ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഡയഗണൽ എലമെന്റ്സ് ഓഫ് സ്ട്രെസ് ടെൻസർ റെപ്രസെൻറ്റ്സ് നോർമൽ സ്ട്രെസ്. സിമിലർലി നമുക്ക് സ്ട്രെയിൻ ടെൻസർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം സ്ട്രെയിൻ ടെൻസറിൻ്റെ എന്ത് വരും? ജസ്റ്റ് ഒന്ന് സ്പീഡിൽ എഴുതി വെച്ചാൽ സ്ട്രെയിൻ ടെൻസർ ഈസ് എപ്സിലോൺ എക്സ്, എപ്സിലോൺ എക്സ് വൈ, ഇവിടെ എപ്സിലോൺ എടുക്കാൻ മറക്കരുത്, എപ്സിലോൺ എക്സ് ഇസഡ്, ദെൻ എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ വൈ, എപ്സിലോൺ വൈ സെഡ്, എപ്സിലോൺ എക്സ് ഇസഡ്, എപ്സിലോൺ വൈ സെഡ്, എപ്സിലോൺ വൈ. ഓക്കെ, സോ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ ടേംസ്, ദ ഡയഗണൽ ടേംസ് ഓഫ് സ്ട്രെയിൻ ടെൻസർ, ദ സ്ട്രെയിൻ ടെൻസർ ഈസ് ദ നോർമൽ സ്ട്രെയിൻ കമ്പോണൻസ് ആണ്. ഇതിനെയാണ് നോർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് നോർമൽ സ്ട്രെസ്. അതേപോലെ സ്ട്രെയിൻ ടെൻസറിൻ്റെ നോർമൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ ആണ്. Now the second point, the off diagonal elements of stress tensor represents the shear stresses on planes parallel to coordinate planes. The off diagonal elements of strain tensor are half of the shear strains. അത് ഓർമ്മിച്ച് വെക്കാൻ ഞാൻ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആർ ഹാഫ് ഓഫ് ഷിയർ സ്ട്രെയിൻസ് ഓൺ പ്ലെയിൻസ് പാരലൽ ടു ദ കോർഡിനേറ്റ് പ്ലെയിൻസ്. അതായത് ഇതിലെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് മീൻസ് ഡയഗണൽ അല്ലാത്ത ബാക്കി എല്ലാ എലമെന്റ്സിനെയാണ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് ടോ എക്സ് വൈ, ടോ എക്സ് ഇസഡ്, ഈ ടേം, അതേപോലെ ഇവിടെ ഈ ടേം, ഇതെല്ലാം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. സോ ഈ ടേംസിനെയാണ് സ്ട്രെസ് ടെൻസറിലെ ആ ടേംസിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പാരലൽ ടു കോർഡിനേറ്റ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഗാമ എക്സ് വൈ മീൻസ് ദാറ്റ് ടെൻസർ ഈസ് പാരലൽ ടു എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിന് പാരലൽ ആയിരിക്കും. അതായത് ടോ എക്സ് വൈ മീൻസ് ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് വൈ പ്ലെയിൻ. ടോ എക്സ് സെഡ് മീൻസ് ഇറ്റ് ഈസ് പാരലൽ ടു എക്സ് ഇസഡ് പ്ലെയിൻസ്. ഓക്കെ, സിമിലർലി in the case of shear strainലെ ഈ ഓഫ് ഡയഗണൽ എലമെന്റ്സ് എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് സെഡ്, അതേപോലെ ഇവിടുത്തെ ഓഫ് ഡയഗണൽ എലമെന്റ്സ്, ഈ ഓഫ് ഡയഗണൽ എലമെന്റ്, അത് ഇത് ഹാഫ് ഓഫ് എഞ്ചിനീയറിംഗ് ഷിയർ സ്ട്രെയിൻ ആയിരിക്കും. അതിനെയാണ് അതേപോലെ തന്നെ ഇതും പാരലൽ ടു എക്സ് വൈ ആണെങ്കിൽ എക്സ് വൈ പ്ലെയിനിന് പാരലൽ ആയിരിക്കും. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. സോ ഡയഗണൽ എലമെന്റ്സ് റെപ്രസെന്റ്സ് നോർമൽ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെയിൻ. ഓഫ് ഡയഗണൽ എലമെന്റ്സ് റെപ്രസെന്റ്സ് ഷിയർ സ്ട്രെസ് ഇൻ ദ കേസ് ഓഫ് സ്ട്രെസ് ടെൻസർ ആൻഡ് ഹാഫ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇൻ ദ കേസ് ഓഫ് സ്ട്രെയിൻ ടെൻസർ. ഇതാണ് സെക്കൻഡ് പോയിന്റ്. നൗ ദ തേർഡ് പോയിന്റ് ഈസ് ബോത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടെൻസേഴ്സ് ആർ സിമെട്രിക്. Okay, both stress tensor and strain tensor are symmetric. So symmetry നിങ്ങൾ മെട്രിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. സിമെട്രി മീൻസ് അതായത് ഈ ഗാമ ടോ എക്സ് വൈ, ഈ ടോ എക്സ് വൈയും ഇവിടുത്തെ ടോ എക്സ് വൈയും സെയിം ആണ്. അതേമാതിരി ടോ എക്സ് ഇസഡ്, ഈ എലമെന്റും
ഈ ടോ എക്സ് ഇസഡ് എലമെൻറ്റും സെയിം ആണ്, അതേപോലെ ടോ വൈ സെഡും ഈ എലമെൻറ്റും സെയിം ആണ്. ഇങ്ങനെ വരുന്ന മെട്രിക്സിനെയാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ സെയിം സ്ട്രെയിൻ ടെൻസറിൻ്റെ കേസിൽ നമുക്ക് പറയാം എപ്സിലോൺ എക്സ് വൈയും എപ്സിലോൺ എക്സ് വൈ വൈ എക്സും ഇവിടുത്തെ രണ്ട് ടേമും സെയിം ആണ്. ഈ ടേമും സെയിം ആയിരിക്കും, ഇതും സെയിം ആയിരിക്കും. സോ ദ മെട്രിക്സ് ഇൻ ദാറ്റ് ഫോർമാറ്റ് ഈസ് നോൺ ആസ് സിമെട്രിക് മെട്രിക്സ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബോത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടെൻസർ ആർ സിമെട്രിക്. Now the next point is the extreme values of normal stresses are called principal stresses are the eigenvalues of the stress tensor. The extreme values of similarly the extreme values of normal strains from a point are given by eigenvalues of strain tensor. ഓക്കെ, ഇതിനെന്താ മീൻ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ഡിസ്കസ്. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കിട്ടിയ ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എത്തുമ്പം ഷിയർ സ്ട്രെസ് 0 ആവും, സ്ട്രെസ് മാക്സിമം ആവും. ആ മാക്സിമം വാല്യൂവിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതേപോലെ നമ്മൾ സ്ട്രെയിനിൻ്റെ കേസിലും നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെയിനും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള അനലോഗി. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഐഗൺ വാല്യൂസും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ട്രെസ് ടെൻസറിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആ പ്രിൻസിപ്പൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഐഗൺ വാല്യൂ പ്രോബിളായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. അതായത് സിഗ്മ എക്സ് മൈനസ് സിഗ്മ ബാക്കി രണ്ട് ടേം, ദെൻ ഇവിടെ സിഗ്മ മൈനസ് വൈ സിഗ്മ, അങ്ങനെ ഇവിടെ ലാസ്റ്റ് ടേം സിഗ്മ സെഡ് മൈനസ് സിഗ്മ. ഇങ്ങനെ ഡയഗണൽ എലമെൻസിന് ഒരു മൈനസ് സിഗ്മ വരും. ആ ഒരു ഇത് ഓർമ്മിക്കുക, ഐഗൺ വാല്യൂ പ്രോബ്ലം ഓർമ്മിക്കുക. ഇത് കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ എൻ എക്സ് എൻ വൈ എൻ സെഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 0 0 0 വരും. സോ ഇതിലെ ഈ സിഗ്മ ഈ ടേമിനെയാണ് ഇങ്ങനെ ഒരു ഐഗൺ വാല്യൂ പ്രോബ്ലം ആയിട്ട് എഴുതുമ്പം ഈ സിഗ്മ അതിനെയാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയാം. ഈ എൻ എക്സ് എൻ വൈ എൻ സെഡ് ഇതിനെയാണ് ഐഗൺ വെക്ടേഴ്സ് എന്നും പറയാം. ഓക്കെ, സോ the extreme values of normal stress, അതായത് maximum values of normal stresses are known as principal stresses are the eigen values of stress tensor. ഇതിലെ eigen values ആണ്. the extreme values of similarly നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതേപോലെ നമുക്ക് നോർമൽ സ്ട്രെയിനിൻ്റെ എക്സ്ട്രീം വാല്യൂവിന് പ്രിൻസിപ്പൽ സ്ട്രെയിൻ അത് ഇതേപോലെ eigen values of strain tensor ആയിരിക്കും. അതാണ് ഈ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് അടുത്ത ഒരു സ്ലൈഡും കൂടി നെക്സ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്ന ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഇവിടെ എന്തൊക്കെ സ്ട്രെയിനിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചോ അതേ റൂൾസ് നമുക്ക് സ്ട്രെയിനിൻ്റെ കേസിലും സ്ട്രെയിൻ ടെൻസറിൻ്റെ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. Now the last 2 points. The next point is the planes of principal stresses. Principal planes are given by eigen vectors. അതായത് nx ny nz eigen value പ്രോബ്ലത്തിൽ nx ny nz നെയാണ് eigen vectors എന്ന് പറയാം. ആ eigen vectors ആണ് വെച്ചിട്ട് നമുക്ക് nx ny nz കണ്ടുപിടിക്കാൻ പറ്റും in the eigen vectors of stress tensor. Similarly the directions of principal strains or principal directions are eigen vectors of strain tensor. അതേമാതിരി നമുക്ക് സ്ട്രെയിനിൻ്റെ എഴുതാൻ പറ്റും. ഇവിടെ സ്ട്രെയിൻ ടെൻസർ എഴുതുക, then nx ny nz is equal to 0 0 0. ഇവിടെ എപ്സിലോൺ എക്സ് മൈനസ് ഒരു എപ്സിലോൺ വരും, ബാക്കി എല്ലാ ടേമും ബാക്കി എപ്സിലോൺ എക്സ് വൈ എപ്സിലോൺ വൈ, അതേമാതിരി എപ്സിലോൺ വൈ മൈനസ് എപ്സിലോൺ എഴുതാം, ബാക്കി ടേംസ് എല്ലാം എഴുതാം. ഇവിടെ ലാസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് എപ്സിലോൺ സെഡ് മൈനസ് എപ്സിലോൺ. സ്ട്രെസ്സിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റുന്നേ ഇതിന് മീനിങ് ഉള്ളൂ. ഓക്കെ, then the last point, the transformation rule is equally applicable for both stress and strain tensors. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ റൂൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അനലിറ്റിക്കലിയും ചെയ്യും, നമ്മൾ യൂസിങ് മോർ സർക്കിൾ വെച്ചിട്ട് ഗ്രാഫിക്കലിയും ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ റൂൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ എക്സ് വൈ സെഡ് ഈ ഡയറക്ഷനിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്, അതായത് സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് ടോ എക്സ് വൈ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയെങ്കിൽ, സപ്പോസ് ഞാൻ ഇതിനെ ഈ ആക്സിസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ ഒബ്ജക്റ്റിനെ ഒന്ന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് പുതിയൊരു സെറ്റ് ആക്സിസ് എടുത്തു, സപ്പോസ് ദ ന്യൂ സെറ്റ് ഓഫ് ആക്സിസ്, പുതിയൊരു സെറ്റ് ആക്സിസ് എടുത്തു, ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, ഒരു θ° റൊട്ടേറ്റ് ചെയ്തിട്ട് പുതിയൊരു ആക്സിസ് എടുത്ത് വിചാരിച്ചു, സപ്പോസ് എക്സ് ഡാഷ് വൈ ഡാഷ് ആൻഡ് സെഡ് ഡാഷ്. ഇങ്ങനെ സപ്പോസ്
ഒരു തീറ്റ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് പുതിയൊരു ഓറിയന്റേഷനിലുള്ള ആക്സിസ് എടുത്തു. അപ്പം ഈ സ്ട്രെസ് നമുക്ക് അറിയെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിഗ്മ എക്സ് ഡാഷ്, സിഗ്മ വൈ ഡാഷ്, സിഗ്മ സെഡ് ഡാഷ്, അതേപോലെ ടോ എക്സ് ഡാഷ് വൈ ഡാഷ്, അതേപോലെ ബാക്കി ടേംസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, അടുത്ത ടോപ്പിക്കിൽ വരുന്നേ ഉള്ളൂ. സോ സ്ട്രെസ്സിന് ഒരു പെർട്ടിക്കുലർ സെറ്റ് നോർമൽ കോർഡിനേറ്റ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലെ എക്സ് വൈ സെഡ് ആക്സിസിലുള്ള സ്ട്രെസ് നമുക്ക് അറിയെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് സ്ട്രെസ് അറ്റ് ഡിഫറെൻറ്റ് റെഫറൻസ് ആക്സിസസ്. ഓക്കെ, ആ സിഗ്മ എക്സ് ഡാഷ്, സിഗ്മ വൈ ഡാഷ്, സിഗ്മ സെഡ് ഡാഷ് അങ്ങനെ വേറെ ഓറിയന്റേഷനിലുള്ള റെഫറൻസ് ആക്സിസിലുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ, സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ. ഒരു ഇതിലുള്ള സ്ട്രെസ്സിനെ വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അതേ റൂള് നമുക്ക് സ്ട്രെയിനിന്റെ കേസിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് നെക്സ്റ്റ് അനലോഗി പറയുന്നത്. ഓക്കെ, സോ സ്ട്രെയിനിന്റെ നമുക്ക് എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ സെഡ്, അതേപോലെ എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് ഇസഡ്, അത് ആ ടേം അറിയെങ്കിൽ അതിനെ നമുക്ക് വേറെ ഏത് ആംഗിളിലുള്ള എക്സ് ഡാഷ്, എപ്സിലോൺ എക്സ് ഡാഷ്, എപ്സിലോൺ വൈ ഡാഷ്, എപ്സിലോൺ സെഡ് ഡാഷ് അങ്ങനെ ഡിഫറെൻറ്റ് ഓറിയന്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ദ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് ആർ ഈക്വലി അപ്ലിക്കബിൾ ഫോർ ബോത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ടെൻസർ. സ്ട്രെസ്സിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ സ്ട്രെയിനിലും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതിനെയാണ് analogy transformation rule is applicable for stress and strain എന്ന് മീൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയാണ് കുറച്ച് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് അനലോഗി ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇനിയും നമുക്ക് വേറെ കുറേ സംഭവങ്ങളുണ്ട്, അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. These are known as the analogies between stress and strain tensors. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി നമ്മളെ കോഷീസ് സ്ട്രെസ് ഇക്വേഷനൊക്കെ യൂസ് ചെയ്തിട്ട് സപ്പോസ് നമുക്ക് ഏതെങ്കിലും എക്സ് ബൈ 3 നമ്മൾ അവിടെ ചെയ്ത് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. മൂന്ന് പ്ലെയിനിലുള്ള സ്ട്രെസ് അറിയെങ്കിൽ നമുക്ക് ഒരു തേർഡ് പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ എ ബി സി എന്നുള്ള ഒരു പ്ലെയിനിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇതിന് നോർമൽ ആയിട്ടുള്ള ഏതൊരു നോർമൽ ഡയറക്ഷൻ ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് സിഗ്മ ആൻഡ് ടോ എൻ യൂസിങ് കോഷീസ് സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ അല്ലെങ്കിൽ കോഷീസ് സ്ട്രെസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഏത് പ്ലെയിനിലുള്ള എക്സ്, നമുക്ക് നമ്മളെ കയ്യിൽ എക്സ് പ്ലെയിൻ, വൈ പ്ലെയിൻ, സെഡ് പ്ലെയിനിലുള്ള സ്ട്രെസ്സസ്, അതായത് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ് പോലുള്ള ടേംസ് ഉണ്ടെങ്കിൽ ആ ടേംസ് യൂസ് ചെയ്തിട്ട് ഏത് ഇൻക്ലിനേഷനിലുള്ള സ്ട്രെസ്സും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് കോഷീസ് സ്ട്രെസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, കോഷീസ് സ്ട്രെസ് ഇക്വേഷൻസ് പറയുന്നത്. അതേ അപ്രോച്ച് നമുക്ക് സ്ട്രെയിനിലും ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡെറിവേഷൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് സിമിലർലി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതുകയാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ സിഗ്മ എന്നിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇത് സിഗ്മ എൻ നമ്മൾ ഓൾറെഡി കോഷീസ് നോർമൽ സ്ട്രെസ് കോഷീസ് സ്ട്രെസ് ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സ് സ്ക്വയർ ഇൻറ്റു സെയിം ഇക്വേഷൻ എൻ എക്സ് സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് ആണ്. എൻ എക്സ് സ്ക്വയർ സിഗ്മ എക്സ് പ്ലസ് എൻ വൈ സ്ക്വയർ സിഗ്മ വൈ പ്ലസ് എൻ സെഡ് സ്ക്വയർ സിഗ്മ സെഡ് പ്ലസ് 2nx ny 2nx ny ടോ എക്സ് വൈ പ്ലസ് ഇത് 2nx ny nz ടോ വൈ സെഡ് പ്ലസ് 2nz nx ടോ സെഡ് എക്സ്. ഇത് ഓൾറെഡി നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് നോക്കിയാൽ മതി. കോഷീസ് സ്ട്രെസ് ഇക്വേഷൻ ഡിഫൈൻ ചെയ്ത വീഡിയോസ് നോക്കുക, അതിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഈ സാധനങ്ങൾ നമുക്ക് അറിയെങ്കിൽ എപ്സിലോൺ എക്സ് സ്ട്രെയിൻ നമുക്ക് അറിയെങ്കിൽ സ്ട്രെയിൻ ടെൻസർ നമുക്ക് കംപ്ലീറ്റ് ഈ വാല്യൂസ് നമുക്ക് കംപ്ലീറ്റ് അറിയുമെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള ഏതെങ്കിലും ഒരു സ്മോൾ എലമെന്റ് എന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, സപ്പോസ് പി ക്യൂ എന്നുള്ള ഒരു ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, so suppose we know the values of all these components epsilon x, epsilon xy, epsilon xz, etc. Then the linear strain at the point P in the direction Q or in the direction PQ with direction cosines nx, ny, nz is given by epsilon PQ is equal to this same expression ആണ്. ബട്ട് ഇവിടെ എല്ലാം സ്ട്രെയിൻ ടെൻസർ അല്ലെങ്കിൽ ടെൻസോറിയൽ കമ്പോണൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോഷീസ് കമ്പോണൻസ് ആണ് യൂസ് ചെയ്ത് മാത്രം ഓർമ്മിക്കുക.
So just like in the case of stress, the normal stress in any direction for the normal stress on an arbitrary inclined plane is given by this expression, this green expression. So just like that, in the case of strain, the corresponding expression, the strain in any direction, the direction pq, ഒരു പോയിന്റ് p എന്ന് ഒരു q എന്നുള്ള ഡയറക്ഷനിൽ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതാണ് നോർമൽ ഡയറക്ഷൻ. അതിന്റെ nx ny nz ആണെങ്കിൽ എപ്സിലോൺ പി ക്യു ഈസ് നത്തിങ് ബട്ട് ദിസ് റിലേഷൻ. ഓക്കെ, ഇവിടെ ഓർമ്മിക്കാനുള്ളത് എല്ലാം ടെൻസോറിയൽ കമ്പോണൻസ് ആണ്. ഈ സ്ട്രെയിനിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, സ്ട്രെയിൻ ടെൻസറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ ദാറ്റ് ഈസ് എപ്സിലോൺ പി ക്യു. നെക്സ്റ്റ്, ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ദ ലാസ്റ്റ് പ്രോബ്ലം. സോ ജസ്റ്റ് സിമ്പിൾ, ഇപ്പം പറഞ്ഞ ആ ഇക്വേഷൻ, സ്ട്രെയിൻ ഇൻ എനി ഡയറക്ഷൻ പി ക്യു എന്നുള്ള ഡയറക്ഷൻ്റെ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. സോ നമുക്ക് ഒരു പോയിന്റിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് പി ഈസ് ഗിവൺ ബൈ ദിസ് മെട്രിക്സ്. ഒരു പോയിന്റുള്ള സ്ട്രെയിൻ ടെൻസർ തന്നിട്ടുണ്ട്. ദിസ് ഇസ് ദ സ്ട്രെയിൻ ടെൻസർ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് പി. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിലെ ഏതോ ഒരു പോയിന്റ് ആണ് പി. ആ പോയിന്റ് പിയിലുള്ള സ്ട്രെയിൻ ടെൻസർ, അല്ലെങ്കിൽ അതിനെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. എക്സ് വൈ കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പോയിന്റിലുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂസ്, സ്ട്രെയിനിൻ്റെ വാല്യൂസ്, നോർമൽ സ്ട്രെയിനും ഷിയർ സ്ട്രെയിൻ, കോഷീസ് ഷിയർ സ്ട്രെയിൻ ടേംസ് എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പി ക്യു, ഈ പോയിന്റ് നിന്ന് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ പി ക്യു എന്നുള്ള ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കണം. വേർ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഡയറക്ഷൻ കോസൈൻസ് ആണ്. എൻ എക്സ്, എൻ വൈ, എൻ സെഡ് തന്നിട്ടുണ്ട്. ഈ മൂന്ന് വാല്യൂ ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇതിപ്പോൾ എൻ ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ എന്താവുമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിപ്പം തന്നിട്ടത് ഈ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നോർമൽ സ്ട്രെയിനും ഷിയർ സ്ട്രെയിനുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന് ഈ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ, ഒരു വേറൊരു ഡയറക്ഷനിൽ പി ക്യു എന്നുള്ള ഡയറക്ഷനിൽ എന്ത് സ്ട്രെയിൻ ആണ്, എന്ത് ലീനിയർ സ്ട്രെയിൻ ആണ് ഉണ്ടാവുക, ഈ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ, അതായത് എപ്സിലോൺ പി ക്യു എന്താണെന്നുള്ളത് ചോദിച്ചുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഇക്വേഷൻ ആണ്. സോ നമുക്ക് എപ്സിലോൺ പി ക്യൂവിൻ്റെ ഇക്വേഷൻ അറിയാം. പി ക്യു ഏതെങ്കിലും ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം. സോ ആ ഇക്വേഷൻ എഴുതുക, അതിലെ എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് എപ്സിലോൺ പി ക്യു. സോ ദിസ് ദ എപ്സിലോൺ ഇക്വേഷൻ. ഇതാണ്. എൻ എക്സ് തന്നിട്ടുണ്ട്, എൻ എക്സ് ഈസ് 0.6 ആണ്. എൻ എക്സ് സ്ക്വയർ എടുക്കുക, സോ ഇത് വരും. എൻ വൈ തന്നിട്ടുണ്ട്, എൻ വൈ സ്ക്വയർ എടുക്കുക. എൻ സെഡ് സ്ക്വയർ, എൻ സെഡ് 0.8. അപ്പോൾ നോക്കുക, ഇതിലൊന്നും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാൽക്കുലേഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഈ വാല്യൂ 0 അല്ല വരിക, എൻ സെഡ് സ്ക്വയർ 0.8 സ്ക്വയർ വരും. ദെൻ എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ ഇ സെഡ്. എപ്സിലോൺ എക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എപ്സിലോൺ എക്സ്, ഇതാണ് എപ്സിലോൺ വൈ ആൻഡ് എപ്സിലോൺ സെഡ്. സോ എപ്സിലോൺ സെഡ് ആണ് 0, ഇതാണ് 0, ഇതാണ് എൻ സെറ്റ്. ഓക്കെ. ഇത് ആക്ച്വലി 0.02, ഇത് എപ്സിലോൺ എക്സ് ആണ്, ഇത് എപ്സിലോൺ വൈ ആണ്, ആൻഡ് ഇത് എപ്സിലോൺ സെഡ് ആണ്. എപ്സിലോൺ സെഡ് ഈസ് 0. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. എൻ എക്സ് സ്ക്വയർ മീൻസ് 0.36 ആണ്. എൻ വൈ സ്ക്വയർ 0, എൻ വൈ 0 ആണ്. എൻ വൈ സ്ക്വയർ 0. എൻ സെഡ് എന്ന് പറഞ്ഞാൽ ഇത് വരും. ഓക്കെ, മാറ്റി പറയണം, തിരിച്ചിട്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അതിൻ്റെ പ്രശ്നമാണ്. വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇതാണ് എപ്സിലോൺ എക്സ്. എപ്സിലോൺ എക്സ് ഈസ് 0.02, എപ്സിലോൺ വൈ, എപ്സിലോൺ സെഡ്. സോ എപ്സിലോൺ എക്സ് 0.02, എപ്സിലോൺ വൈ 0.06 ആൻഡ് എപ്സിലോൺ സെഡ് ഈസ് 0. ഓക്കെ, സോ മൂന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ എൻ എക്സ് ഈസ് 0.6, സോ എൻ എക്സ് സ്ക്വയർ 0.36 വരും. എൻ വൈ 0 ആണ്, സോ എൻ വൈ സ്ക്വയർ 0 വരും. എൻ സെഡ് 0.64 വരും. സിമിലർലി എപ്സിലോൺ എക്സ് വൈ എന്ന് പറഞ്ഞാൽ 0.04 ആണ്, സോ എപ്സിലോൺ എക്സ് വൈ 0.04. എപ്സിലോൺ വൈ സെഡ് 0.02. എപ്സിലോൺ സെഡ് എക്സ് 0 ആണ്. നിങ്ങൾ ഈ മെട്രിക്സ് നോക്കുക, അതിലെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതേമാതിരി എൻ എക്സ്, എൻ വൈ എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ സ്ട്രെയിൻ ഇൻ
പി ക്യു ഡയറക്ഷൻ, പി ക്യു ഏതെങ്കിലും ഒരു ആർബിട്രറി പി എന്നുള്ള പോയിന്റിൽ നിന്ന് ക്യൂ എന്നുള്ള ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ലീനിയർ സ്ട്രെയിനിന്റെ വാല്യൂ ഇത്രയായിരിക്കും. അതേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ സ്ട്രെസ്സും അത് എങ്ങനെയാണ് ഇക്വേഷൻ, ക്യൂബിക്കൽ ഇക്വേഷനോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോ ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വരിക. അതേ അപ്രോച്ചാണ് പ്രിൻസിപ്പൽ സ്ട്രെയിനിൻ്റെ കേസിലും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കില്ല, ജസ്റ്റ് അതേ സിമിലർ സാധനങ്ങളാണെന്നുള്ളത് ഓടിച്ച് പറയുകയേ ഉള്ളൂ. സോ ജസ്റ്റ് ഈ സാധനങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരിക. പ്രിൻസിപ്പൽ സ്ട്രെസ്സ്, അതേമാതിരി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ക്യൂബിക്കൽ ഇക്വേഷൻ ഫോർ പ്രിൻസിപ്പൽ സ്ട്രെസ്. നമുക്കൊരു ഇക്വേഷനൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. അതിൽ I1 I2 I3 ആർ നോൺ ആസ് സ്ട്രെസ് ഇൻവാരിയൻസ്, അതിന് ഇക്വേഷൻ ഉണ്ടായിരുന്നു. സോ അതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരിക. ജസ്റ്റ് അതേ കൺസെപ്റ്റ് തന്നെയാണ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാവുന്നതാണ്. അവിടെ സ്ട്രെസ് ആയിരുന്നു, ഇവിടെ അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രെസ് വി വിൽ യൂസ് സ്ട്രെയിൻ. ഓക്കെ, സോ ഇത്രയും വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.